ഈ ഒരു സീസണിലെ ഓൾമോസ്റ്റ് എല്ലാ മേജർ ടൂർണമെൻറ്റ്സും കഴിഞ്ഞു. ക്ലബ് വേൾഡ് കപ്പോടുകൂടി എല്ലാ മേജർ ടൂർണമെൻറ്റ്സും കഴിഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചർച്ചയാവാൻ പോകുന്നത്, ഇനി അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും ദ ബാലൻ ഡിയോർ വിന്നർ. ബാലൻ ഡിയോർ വിന്നർ ആരായിരിക്കും? ഇതായിരിക്കും ഇനി ഒരു എല്ലാ മീഡിയാസും എല്ലാ ജേർണലിസ്റ്റുകളും എല്ലാ റിവ്യൂവേഴ്സും എന്നെ പോലുള്ള ആൾക്കാർ എല്ലാവരും ചർച്ച ചെയ്യുന്ന കാര്യം ഇതായിരിക്കും. 22 സെപ്റ്റംബർ 2025 ആ ഒരു ഡേറ്റിലാണ് ബാലൻ ഡിയോർ, ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ്റെ ബാലൻ ഡിയോർ അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, 22 സെപ്റ്റംബർ ആ ഒരു ദിവസമാണ്. സോ ആരൊക്കെ ആയിരിക്കും? കുറേ എന്താ പറയുക, മീഡിയാസ് അവരവരുടെ ടോപ്പ് 10 പബ്ലിഷ് ചെയ്യുന്നു. കുറേ മീഡിയാസ് പബ്ലിഷ് ചെയ്യുന്നു. അതിന്ന് എനിക്ക് ക്രെഡിബിൾ ആയിട്ട് തോന്നിയ ഒരു ടോപ്പ് 10 BR ഫുട്ബോൾ എന്ന് പറഞ്ഞ ചാനലിൻ്റെ ഒരു ടോപ്പ് 10 ആണ് ഞാൻ ഇടുന്നത്. ആക്ച്വലി ഈ ഒരു ബാലൻ ഡിയോർ ഇത്രയധികം ആഘോഷിക്കപ്പെടേണ്ട ഒരു പരിപാടിയാണോ എന്ന് എനിക്കും പലപ്പോഴും തോന്നാറുണ്ട്. കാരണം പല ജേർണലിസ്റ്റുകളും പല ഫുട്ബോൾ ക്യാപ്റ്റൻസും പലരും അങ്ങനെ വോട്ട് ചെയ്ത ഒരാളെ സെലക്ട് ചെയ്യേണ്ടതാണോ ബെസ്റ്റ് ഫുട്ബോളർ എന്നുള്ളത് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷേ എല്ലാവർക്കും ഈ ഒരു ബാലൻ ഡിയോർ, ഫ്രാൻസ് ഫുട്ബോളിൻ്റെ ഈ ഒരു ബാലൻ ഡിയോർ ഭയങ്കര വ്യൂവർഷിപ്പുള്ളൊരു പരിപാടി ആയതുകൊണ്ട് എനിക്കിതൊരു കോണ്ടൻറ്റാണ്. സോ എൻ്റെ കണ്ടൻറ്റും കാര്യങ്ങളും ഇഷ്ടമാണ് നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഞാൻ BR ഫുട്ബോളിൻ്റെ ടോപ്പ് 10 ആണ് ഇവിടെ പറയാൻ പോകുന്നത്. 10ാം സ്ഥാനത്തുള്ളത് കിലിയൻ എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം PSG നിന്നും ഫ്രീ ഏജൻ്റായിട്ട് കഴിഞ്ഞ സീസണിൽ റയൽ മാഡ്രിഡിലോട്ട് വന്നു. അദ്ദേഹം റയൽ മാഡ്രിഡിൽ വന്നു. ആദ്യ സീസണിൽ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ആ റെക്കോർഡ് അങ്ങോട്ട് തകർത്തു. 33 ഡെബ്യൂ സീസൺ ഗോൾസ്. ഒരു ഡെബ്യൂ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിരുന്നു, 33 ഗോൾ. അത് 40 ഗോളായിട്ട് കിലിയൻ എംബാപ്പെ ആ റെക്കോർഡ് അങ്ങോട്ട് തകർത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സീസണിലെ യൂറോപ്യൻ ഗോൾഡൻ ബൂട്ട് നേടിയത് കിലിയൻ എംബാപ്പയാണ്. അങ്ങനെ കുറേ ഉണ്ട്. ലാലിഗയിലെ ഗോൾഡൻ ബൂട്ട് നേടിയതും കിലിയൻ എംബാപ്പയാണ്. അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ഈ ഒരു സീസണിൽ കാര്യമായിട്ട് നല്ലൊരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ട്രോഫീസ് ഒന്നും നേടിയിട്ടില്ല. ആ ഒരു ഇന്റർ കോണ്ടിനെൻ്റൽ കപ്പും യുവേഫ സൂപ്പർ കപ്പും അത് കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടിച്ചതിൻ്റെ റിസൾട്ടായിട്ട് കിട്ടിയതാണ്. കിലിയൻ എംബാപ്പെ ഉണ്ടായിരുന്നു സ്ക്വാഡിൽ. അപ്പോൾ അത് രണ്ടുമാണ് എംബാപ്പയ്ക്കുള്ളത്. ഫ്രാൻസ് യുവേഫ നാഷൻസ് ലീഗിൽ സെമി ഫൈനലിൽ പരാജയപ്പെട്ടു സ്പെയിനോട്. സോ അങ്ങനെ കിലിയൻ എംബാപ്പയാണ് 10ാം സ്ഥാനത്തുള്ളത്. 9ാം സ്ഥാനത്തുള്ളത് ന്യൂനോ മെൻഡസ്, അതായത് PSG-യുടെയും പോർച്ചുഗലിൻ്റെയും ലെഫ്റ്റ് ബാക്കായിട്ടുള്ള ന്യൂനോ മെൻഡസ്. എല്ലാവരും ന്യൂനോ മെൻഡസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ആ ഒരു ചാമ്പ്യൻസ് ലീഗിലെ റൗണ്ട് ഓഫ് 16 മുഹമ്മദ് സലയെ തടഞ്ഞു നിർത്തിയ സമയം തൊട്ടാണ് ന്യൂനോ മെൻഡസിനെ ഓൾമോസ്റ്റ് എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം സല നല്ല ഫോമിൽ കളിച്ച് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. ബാലൻ ഡിയോർ സീസണിലൊക്കെ പോകുന്നൊരു പ്ലെയറാണ്. ലിവർപൂൾ നല്ല ഫോമിൽ കളിച്ച് നിൽക്കുന്ന ഒരു പ്ലെയറാണ്. സോ ആ ഒരു സലയെ അന്ന് തടഞ്ഞു നിർത്തിയത് കൊണ്ട് മാത്രമാണ് PSG-ക്ക് അന്ന് ക്വാർട്ടർ ഫൈനലിലോട്ട് ക്വാളിഫൈ ആവാൻ പറ്റിയതും ചാമ്പ്യൻസ് ലീഗിൽ അവർക്ക് ചാമ്പ്യൻ ആവാൻ പറ്റിയതും ആ ഒരു കാരണം കൊണ്ടാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. സോ അങ്ങനെ 9ാം സ്ഥാനത്തുള്ളത് ന്യൂനോ മെൻഡസ്. 8ാം സ്ഥാനത്തുള്ളത് ഫാബിയാൻ റൂയിസ്. ഓക്കെ, ഫാബിയാൻ റൂയിസ് അദ്ദേഹത്തിനെ കുറിച്ച് എന്താ പറയുക, ഒരു അണ്ടർ റേറ്റഡ് മിഡ്ഫീൽഡറാണ് PSG എന്ന് പറയുന്നത്. ലൂയിസ് എൻട്രിക്കെ വാർത്തെടുത്ത് കഴിഞ്ഞ സീസണിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു എബവ് ആവറേജ് സീസണായിരുന്നു. ഈ ഒരു സീസൺ ഒരു മിഡ് സീസണൊക്കെ കഴിഞ്ഞപ്പോൾ ഒരുമാതിരി മാവലസ് ടീമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അവർ. സോ ആ ഒരു എന്താ പറയുക, ആ ഒരു കിഡ്ലൻ ടീമിൽ എപ്പോഴും ഫസ്റ്റ് ലെവലിൽ ചാൻസ് കിട്ടുന്ന ഒരു പ്ലെയറാണ് ഫാബിയാൻ റൂയിസ്. സ്പാനിഷ് പ്ലെയറാണ്. അദ്ദേഹം PSG-യുടെ കൂടെ ഓൾമോസ്റ്റ് എല്ലാ ട്രബിളും നേടിയിട്ട് ക്ലബ്ബ് വേൾഡ് കപ്പിൽ അവർ ഫൈനലിസ്റ്റുമാണ്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ അദ്ദേഹം 3 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സമയത്തൊക്കെ ഗോൾ സ്കോർ ചെയ്യുന്നു. റയൽ മാഡ്രിഡിനെതിരെ 2 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളാണ് PSG ടീമിൽ ലൂയിസ് എൻട്രിക്കെ ഫാബിയാൻ റൂയിസിന് കൊടുത്തിട്ടുള്ളത്. 7ാം സ്ഥാനത്ത് ക്വിറ്റ്സ്കേലിയെ. അദ്ദേഹം 7ാം സ്ഥാനത്താണ്. അദ്ദേഹം നെപ്പോളിയിൽ നിന്നും ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് PSG-യിലോട്ട് വന്നത്. ലെഫ്റ്റ് വിങ്ങിൽ PSG-യുടെ ഫസ്റ്റ് ലെവലിൽ ലെഫ്റ്റ് വിങ്ങിൽ എപ്പോഴും കളിക്കുന്ന ഒരു പ്ലെയറാണ് ക്വിറ്റ്സ്കേലി എന്ന് പറയുന്നത്. സോ അദ്ദേഹം എന്താ പറയുക, നെപ്പോളി അവിടെ ഇറ്റാലിയൻ സീരിയ ചാമ്പ്യനായ സമയത്ത് അദ്ദേഹം അവിടെയും ചാമ്പ്യനാണ്. ഇവിടെ PSG ഓൾമോസ്റ്റ് എല്ലാ ട്രബിളും ക്ലബ്ബ് വേൾഡ് കപ്പ് വെച്ച് ബാക്കി എല്ലാ ട്രബിളും നേടിയപ്പോൾ ഇവിടെയും അദ്ദേഹം ചാമ്പ്യനാണ്. സോ ക്വിറ്റ്സ്കേലിയ ഒരു ലക്കി പ്ലെയറാണ് ഈ ഒരു സീസണിൽ. അദ്ദേഹവും 7ാം സ്ഥാനത്താണ് ഈ ഒരു ബാലൻ ഡിയോറിൽ ഈ BR ഫുട്ബോൾ കൊടുത്തിട്ടുള്ളത്. 6ാം സ്ഥാനത്തുള്ളത് വിറ്റീനിയാണ്. ഓക്കെ, വിറ്റീനിയ എന്ന് പറയുന്നത് PSG-യിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്നൊരു പ്ലെയറാണ്. അദ്ദേഹം എന്താ പറയുക, PSG-യുടെ കൂടെ ഈ ഒരു സീസണിൽ ചാമ്പ്യൻസ് ലീഗ്, ട്രോഫി ഡെസ് ചാമ്പ്യൻസ്, കോപ്പ ഡി ഫ്രാൻസ്, ലീഗ് 1, പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗലിൻ്റെ കൂടെ യുവേഫ നാഷൻസ് ലീഗിൽ ചാമ്പ്യൻ ആയിട്ടുണ്ട്. അങ്ങനെ ഒരു നല്ല സീസണാണ് വിറ്റീനിയെ സംബന്ധിച്ചിടത്തോളം. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫൈനലിസ്റ്റാണ്. പിന്നെ ലൂയിസ് എൻട്രിക്കയുടെ അണ്ടറിൽ ഒരു റൊട്ടേറ്റിംഗ് പ്ലെയറാണ്. ഭയങ്കര കൺട്രോൾഡ് ആയിട്ടുള്ള മിഡ്ഫീൽഡിൽ നിന്ന് കൺട്രോൾ ചെയ്ത് ബോൾ അറ്റാക്കിലോട്ട് കൊടുക്കുന്ന ഒരു പ്ലെയറാണ്. ഹക്കീമി, ന്യൂനോ മെൻഡസ് ഇവരെ പോലത്തെ പ്ലേയേഴ്സൊക്കെ അറ്റാക്കിംഗ് പ്ലേയേഴ്സ് ആയതുകൊണ്ട് ചിലപ്പോൾ അവർ കയറിപ്പോയി കഴിഞ്ഞാൽ ഒരു റൈറ്റ് ബാക്കിൽ റീപ്ലേസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലെയറാണ് വിറ്റീനിയ എന്ന് പറയുന്നത്. ഇൻ ബിറ്റ്വീൻ മാച്ച് കേട്ടോ. ഓക്കെ,
അപ്പോൾ വിറ്റീനിയാണ് 6ാം സ്ഥാനത്ത്. 5ാം സ്ഥാനത്തുള്ളത് മുഹമ്മദ് സലാ. മുഹമ്മദ് സലയെ കുറിച്ച് എന്താ പറയുക, ഒരു പ്രൈം സീസണായിരുന്നു മുഹമ്മദ് സലയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ സീസൺ. പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഇല്ലാത്തതാണ് അവരെ മുഹമ്മദ് സലയെ 5ാം സ്ഥാനത്തോട്ട് ഇങ്ങോട്ട് പിൻവലിച്ചത്. പിന്നെ അതുകൂടാണ്ട് ചാമ്പ്യൻസ് ലീഗിൽ അവർ റൗണ്ട് ഓഫ് 16 പുറത്തായി. അതും കൂടിയാണ് അദ്ദേഹത്തെ ഇങ്ങോട്ട് 5ാം സ്ഥാനത്തോട്ട് പിൻവലിച്ചത്. അല്ലെങ്കിൽ അദ്ദേഹം ടോപ്പ് 3 തന്നെ ഉണ്ടായേനെ മുഹമ്മദ് സല. പിന്നെ 4ാം സ്ഥാനത്തുള്ളത് അഷ്റഫ് ഹക്കീമിയാണ്, PSG റൈറ്റ് ബാക്ക്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണ്, 12 ഗോളും 11 അസിസ്റ്റും ഈ ഒരു സീസണിലുണ്ട്. PSG കൂടെ ഒരേ സമയം അറ്റാക്കിലും ഡിഫൻസിലും നിൽക്കുന്നൊരു പ്ലെയറാണ് അഷ്റഫ് ഹക്കീമി എന്ന് പറയുന്നത്. ഈ ഒരു സീസണിൽ നല്ല ഫോമിലായിരുന്നു അഷ്റഫ് ഹക്കീമി. ലൂയിസ് എൻറിക്കെ അണ്ടറിൽ PSG കൂടെ ട്രബിൾ നേടി. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു അച്ചീവ്മെൻറ്റ് ഈ ഒരു സീസണിൽ എന്ന് പറയുന്നത്. 3ാം സ്ഥാനത്തുള്ളത് ലാമിൻ യമാലാണ്. ലാമിൻ യമാലിനെ കുറിച്ച് എന്താ പറയുക, 18 ഗോളും 25 അസിസ്റ്റുമാണ് ഈ ഒരു സീസണിൽ നേടിയത്. ക്ലബ്ബ് വേൾഡ് കപ്പിന് ബാഴ്സലോണയിലായിരുന്നു. അതാണ് അദ്ദേഹത്തെ ഒരു ഇച്ചിരി പുറകോട്ടാക്കിയത്. പക്ഷേ അദ്ദേഹം ഈ ഒരു സീസണിൽ നല്ല ഫോമിലാണ്. ഒരു മിഡ് സീസണൊക്കെ കഴിഞ്ഞ സമയത്ത് അദ്ദേഹം ഒരു ഫാൻറ്റാസ്റ്റിക് ഫോമിലോട്ട് പോയി. ഒരു മാവലസ് ഫോമിലോട്ട് അദ്ദേഹം പോയി. ഒരു ആർക്കും പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഫോമിലോട്ടൊക്കെ പോയി. ആ ഒരു ഇന്റർ മിലാനായിട്ടുള്ള മാച്ചൊക്കെ നമ്മൾ കണ്ടതാണ്. ബാഴ്സലോണ പരാജയപ്പെട്ടെങ്കിലും അന്ന് ലാമിൻ യമാൽ എടുത്തൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ് ആണ്. അത് പറഞ്ഞ് ഇതാക്കാൻ പറ്റുന്നില്ല. സോ അദ്ദേഹത്തെയാണ് 3ാം സ്ഥാനത്തുള്ളത്. അദ്ദേഹം എന്താ പറയുക, ബാഴ്സലോണയുടെ കൂടെ ലാ ലീഗ നേടി, കോപ്പ ഡെൽ റേ നേടിയിട്ടുണ്ട്, സൂപ്പർ കോപ്പ ഡി എസ്പെയിൻ, അങ്ങനെ ഡൊമസ്റ്റിക് ട്രബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. യുഫ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിസ്റ്റുമാണ്. ഓക്കെ, അപ്പോൾ ലാമിൻ യമാലാണ് 3ാം സ്ഥാനത്ത്. 2ാം സ്ഥാനത്തുള്ളത് റഫീനിയാണ്. റഫീനിയ ദ ബ്രസീലിയൻ. അദ്ദേഹം ഈ സീസണിൻ്റെ തുടക്കം തൊട്ടേ നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ്. 35 ഗോളും 22 അസിസ്റ്റും ബാഴ്സലോണയ്ക്ക് വേണ്ടി മാത്രം അദ്ദേഹം നേടിയിട്ടുണ്ട്, എക്സെപ്റ്റ് ബ്രസീൽ. ഓക്കെ, അങ്ങനെ 60ലേറെ ഗോൾ കോൺട്രിബ്യൂഷൻ എല്ലാം കൂടെ കൂട്ടിയിട്ട് അദ്ദേഹത്തിനുണ്ട്. ഓക്കെ, ഈ സീസണിൽ പല സമയത്തും കഴിഞ്ഞ സീസണിൽ എന്താ പറയുക, ബാഴ്സലോണയ്ക്ക് വേണ്ടി ക്ലച്ച് മൊമെൻറ്റ്സ്, ബാഴ്സലോണ ഇങ്ങനെ ഗോൾ അടിക്കാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് റാഫീനിയ വന്ന് ഗോൾ സ്കോർ ചെയ്ത് ബാഴ്സലോണയ്ക്ക് ഒരു ലീഡ് കൊടുക്കുന്നൊരു കാഴ്ച നമ്മൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ലാമിൻ യമാലും റാഫീനിയമായിരുന്നു കഴിഞ്ഞ സീസണിലെ ബാഴ്സലോണയുടെ ഒരു മെയിൻ അത്താണ്. ഹാൻസി ഫ്ലിക്ക് വന്നതിന് ശേഷം കൊണ്ടുവന്ന, അതായത് സാവി ഒരു 60 മിനിറ്റ് വരെയൊക്കെ കളിപ്പിച്ചിരുന്ന പ്ലെയറായിരുന്നു റാഫീനിയ. ഹാൻസി ഫ്ലിക്ക് വന്നു, അദ്ദേഹത്തിന് ഫുൾ ടൈം കൊടുത്തു. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ ആയ സമയത്ത് പിന്നെ റാഫീനിയ എന്ന് പറയുന്നത് ഒരു ബേസ്റ്റായിട്ട് മാറി. ഇപ്പോൾ 2030 വരെ കണ്ടിട്ട് ബാഴ്സലോണയിൽ അദ്ദേഹം 2030-2028 ബാഴ്സലോണയിൽ അദ്ദേഹം കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. സോ റഫീനിയാണ് 2ാം സ്ഥാനത്തുള്ളത്. റഫീനിയ ബാഴ്സലോണയുടെ ലാ ലീഗ, സൂപ്പർ കോപ്പ ഡി എസ്പെയിൻ, കോപ്പ ഡെൽ റേ ആ ഒരു ഡൊമസ്റ്റിക് ട്രബിൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 1ാം സ്ഥാനത്തുള്ളത് PSG ഫോർവേഡായിട്ടുള്ള ഒസ്മാൻ ഡെംബലെയാണ്. ഒസ്മാൻ ഡെംബലയെ കുറിച്ച് നമ്മൾ എന്താ പറയുക, അദ്ദേഹം ഒരു പകുതി സീസൺ വരെ അത്ര നല്ല ഫോമിൽ കളിച്ച് നിൽക്കുന്ന ഒരു പ്ലെയർ അല്ലായിരുന്നു. ഓക്കെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ഫാൻറ്റാസ്റ്റിക് പ്ലെയർ ആയിട്ട് മാറി. ലാമിൻ യമാലിനെ പോലെ പറഞ്ഞതുപോലെ തന്നെ ആർക്കും പിടിക്കാൻ കിട്ടാൻ പറ്റാത്തൊരു പ്ലെയറായി, ഒരു ഗോൾ സ്കോറിങ് മെഷീനായിട്ട് മാറി ഒസ്മാൻ ഡെംബലെ എന്ന് പറയുന്നത്. ഒസ്മാൻ ഡെംബലെ ഫോം ആയത് PSG ബാങ്കരമായിട്ടുള്ളൊരു ഒരു അഡ്വാൻറ്റേജ് നല്ലപോലെ കിട്ടിയിട്ടുണ്ട് അവർക്ക്. പിന്നെ അവർ ചാമ്പ്യൻസ് ലീഗിലായാലും ലീഗ് 1-ലായാലും പിന്നെ കാണിച്ചതെല്ലാം ഹിസ്റ്ററി ആയിരുന്നു PSG സംബന്ധിച്ചിടത്തോളം. PSG എന്ന് പറയുന്നത് അവരവരുടെ ഹിസ്റ്ററിയിൽ തന്നെ പ്രൈം സീസണിലാണ് ഇപ്പോൾ അവർ നിൽക്കുന്നത്. സോ ആ ഒരു PSG ചാമ്പ്യൻസ് ലീഗ് നേടി, അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ ചാമ്പ്യൻസ് ലീഗ് നേടി. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഒസ്മാൻ ഡെംബലെയാണ് വഹിച്ചത്. കാരണം പല പ്രീമിയർ ലീഗ് ക്ലബിനെതിരെയും, ലിവർപൂൾ ആയിക്കോട്ടെ, ആഴ്സണൽ ആയിക്കോട്ടെ, ഇവർക്കെതിരെയൊക്കെ ഗോൾ സ്കോർ ചെയ്ത് PSG ഒരു ലീഡ് കൊടുക്കുകയായിരുന്നു. PSG ഗോൾ സ്കോർ ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത്. സോ അതാണ് ഒസ്മാൻ ഡെംബലെ ഈ ഒരു സീസണിൽ കൊടുത്ത ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ നാഷൻസ് ലീഗിൽ സെമി ഫൈനലാണ് ഒസ്മാൻ ഡെംബലെ. പക്ഷേ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഫൈനലിസ്റ്റ് ആയിട്ടുണ്ട്. ക്ലബ്ബ് വേൾഡ് കപ്പിൽ ചെൽസിയോട് പരാജയപ്പെട്ടു. പക്ഷേ എന്നാലും സ്റ്റിൽ ടോപ്പിലാണ്. ബാലൻഡിയോർ ഫേവറേറ്റ് ലിസ്റ്റിൽ ഒസ്മാൻ ഡെംബലെ തന്നെയാണ് ടോപ്പ് ഫേവറേറ്റ് ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ കോൾ പാമർ ഇല്ല. അപ്പോൾ ക്ലബ്ബ് വേൾഡ് കപ്പ് കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് ഇവർ ഉൾപ്പെടുത്തിയില്ല എന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ടോപ്പ് 10 ലിസ്റ്റിൽ കോൾ പാമറും കൂടി ഉണ്ടാവണം. ഓക്കെ, 18 ഗോളും 14 അസിസ്റ്റുമാണ് ചെൽസിക്ക് വേണ്ടി കോൾ പാമർ നേടിയിട്ടുള്ളത്. സോ അദ്ദേഹം കൂടി വേണമെന്നാണ് ഒരു ടോപ്പ് ലിസ്റ്റിൽ എൻ്റെ ഒരു ആഗ്രഹം. കാരണം ക്ലബ്ബ് വേൾഡ് കപ്പ് ആ ഒരു ഫൈനൽ മാത്രം മതി അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഇതാക്കാം. പക്ഷേ ഒറ്റ മാച്ച് കൊണ്ട് വിലയിരുത്താൻ പറ്റില്ല, അത് ശരി തന്നെയാണ്. ചെൽസി എന്ന് പറയുന്നത് പ്രീമിയർ ലീഗിൽ 4ാം സ്ഥാനത്തുള്ള ടീമാണ്. ഓക്കെ, പിന്നെ കോൺഫറൻസ് ലീഗ് വിന്നറാണ് ചെൽസി, ക്ലബ്ബ് വേൾഡ് കപ്പ് വിന്നറാണ് ചെൽസി. ഓക്കെ, അങ്ങനെയാണ് കോൾ പാമർ. പിന്നെ പലരും എന്താ പറയുക, ഈ ഒരു ബാലൻഡിയോർ ഇത് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കേട്ടോ. ഒസ്മാൻ ഡെംബലെ അല്ലെങ്കിൽ റാഫീന, ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ ബാലൻഡിയോർ നേടണമെന്നാണ് എൻ്റെ ആഗ്രഹം. പലരും എന്നുണ്ട് ലാമിൻ യമാൽ ബാലൻഡിയോർ വിൻ ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ലാമിൻ യമാൽ ബാലൻഡിയോറിനുള്ളൊരു പെർഫോമൻസ് ഒന്നും പുറത്തെടുത്തിട്ടില്ല എന്നാണ്. ബെസ്റ്റ് പ്ലെയർ ആവാൻ, ഈ ഒരു സീസണിലെ ബെസ്റ്റ് പ്ലെയർ ആവാനുള്ള പ്രകടനം പുറത്തെടുത്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം ഫാൻറ്റാസ്റ്റിക് ആയിട്ടുള്ളൊരു പ്ലെയർ തന്നെയാണ്. ആ ഒരു ഇന്റർ മിലാനായിട്ടുള്ള പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പല എന്താ പറയുക, മാർവലസ് ആയിട്ടുള്ള കുറേ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഒസ്മാൻ ഡെംബലെയും റഫീനിയുമാണ് ഈ ഒരു സീസണിൽ നല്ലപോലെ
കത്തി നിൽക്കുന്നത്. പക്ഷെ ഞാൻ പറയാലോ റാഫീനിയ ടോപ്പ് 3 പോലും ഉണ്ടാവില്ല ലിസ്റ്റ് വരുന്ന സമയത്ത്. ഓക്കെ, വേറെ ഒന്നും കൊണ്ടല്ല, പൊതുവേ ബ്രസീലിയൻസിന് അങ്ങനെയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടതാണ് വിനീഷ്യസ് ജൂനിയർ എല്ലാവരും അവസാനം വരെ ബാലൻഡിയോറിൻ്റെ ആ ഒരു കൊടുക്കുന്നത് വരെ എല്ലാവരും പറയുന്നത് വിനീഷ്യസ് ജൂനിയർ വിജയിക്കുമെന്നാണ്. പക്ഷേ വിനീഷ്യസ് ജൂനിയർ വിജയിച്ചില്ല. നമുക്കറിയാം റോഡ്രിയാണ് ആ ഒരു ബാലൻഡിയോർ വിൻ ചെയ്തത്. പൊതുവേ ബ്രസീലിയൻസിന് അങ്ങനെയാണ്. ഫാൻ ഫുട്ബോൾ മാഗസിൻ ആ ഒരു വോട്ടിങ്ങിന് കൊടുക്കുന്ന സമയത്ത് ബ്രസീലിയൻസിന് അവരുടെ സ്വഭാവം ശരിയല്ല, ഫെയർ പ്ലേ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് കണ്ട് വേറെ ആൾക്ക് കൊടുക്കും. അതാണ് പൊതുവേ നടക്കാറ്. ഞാൻ പറയുന്നത് റാഫീനിയ ടോപ്പ് 3 പോലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒരു ടോപ്പ് 5 ചിലപ്പോൾ മേ ബി റാഫീനിയ ഉണ്ടാവാം. ടോപ്പ് 3 വരാൻ ചാൻസ് ഇല്ല, വളരെ കുറവാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പിന്നെ നെയ്മറും പല സമയത്ത് അദ്ദേഹം നല്ല ഫോമിൽ കളിച്ചാലും ഒരു 10ൻ്റെ അപ്പുറത്തൊക്കെ അദ്ദേഹത്തിന് കിട്ടാറുള്ളൂ. അതങ്ങനെയാണ് ബ്രസീലിയൻസ് വരുമ്പോൾ. ബ്രസീലിയൻസിന് എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒസ്മാൻ ഡെമ്പലെ, റാഫീനിയ ഇവർ 2 പേരുമാണ് എനിക്ക് ബാലൻഡിയോർ വിൻ ചെയ്യണമെന്ന് എൻ്റെ ഒരു ആഗ്രഹം. സോ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോ. താങ്ക് യു സോ മച്ച്.